എന്താ അച്ഛ ഈ വീട്ടിൽ നടക്കുന്നേ? ഇത് ശിവരാമന്റെ കുഞ്ഞിനാണെന്ന് സച്ചി അർച്ചനയും പറയുന്നു. പക്ഷെ എനിക്ക് ആ ഉറപ്പൊന്നുമില്ല. ഏടത്തേക്ക് ആ ഉറപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കതൊരു വിഷയമല്ല. അച്ഛാ, എനിക്കറിയാം ഈ കുഞ്ഞിനെ. പലവട്ടം ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാ. കുഞ്ഞി ഇട്ടിരിക്കുന്ന ഉടുപ്പും കൈ കിടക്കുന്ന വളയുമൊക്കെ ഞാൻ മുമ്പ് ശിവേന്റെ വീട്ടിൽ ചെന്നപ്പോ മോക്ക് ഞാൻ തന്നെ വാങ്ങിക്കൊടുത്തിട്ടുള്ളതാ. ശിവേട്ടൻ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയപ്പോ ഭിക്ഷക്കാരിയുടെ കൈ കിട്ടിയതാവാനേ സാധ്യതയുള്ളൂ. വെറുതെ അർച്ചന ഇല്ലാക്കഥ പറഞ്ഞ് ആരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഈ ലോകത്ത് ഇതുപോലത്തെ ഉടുപ്പും വളകളും ഒക്കെ ഒരുപാടുണ്ട്. അത് വെച്ചിട്ടാണോ ആളെ തിരിച്ചറിയുന്നത്? എവിടെയോ കിടക്കുന്ന ഭിക്ഷക്കാരിയുടെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കയറി വന്ന് ഇവിടെ താമസിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതെങ്ങനെയാ അനുവദിക്കാൻ പറ്റുന്നേ? എടുത്തി ശിവേട്ടന്റെ കുഞ്ഞെന്ന് അർച്ചനടുത്ത് സച്ചേട്ടനും ബോധ്യമുണ്ടെന്നല്ലേ പറയുന്നേ? ഭാര്യ മരിച്ചു, ശിവേട്ടനാണെങ്കിൽ ഇപ്പൊ എവിടെയാണെന്നും അറിയില്ല. അപ്പോ ഈ കുഞ്ഞൊരു അനാഥയാ. അതിനെ അർച്ചനടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിലിപ്പോ എന്താ തെറ്റ്? ഇതൊരു അനാഥാലയം അല്ല, അത് തന്നെ അർച്ചന ചെയ്ത തെറ്റ്. ഇനി അർച്ചന പറയുന്നത് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അനാഥ കുഞ്ഞിനോടുള്ള സെന്റിമെന്റ്സ് ആണെങ്കിൽ ഈ കുഞ്ഞിനെ നമുക്ക് നമ്മുടെ ഓർഫനേജിൽ കൊണ്ടാക്കാം. അവിടെ ഇതുപോലെ ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകത ഈ കുഞ്ഞിനുള്ളത്? എന്ത് കാരണം പറഞ്ഞാലും ശരി, ഈ അനാഥ കുഞ്ഞിനെ ഈ വീട്ടിൽ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഈ വീട്ടിൽ ഈ കുഞ്ഞിനെ വളർത്താൻ അവന്തികേടത്തിയുടെ സമ്മതം ആവശ്യമില്ല. ഇത് അനാഥയാണെന്ന് ഏടത്തി പറഞ്ഞാൽ മതിയോ? ഇപ്പൊ ഇതിനൊരു അമ്മയുണ്ട്, അർച്ചന എന്ന പേര്.